Hi friends, welcome back to my channel. ഇന്ന് ഞാൻ റിബൺ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ആണ് ട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറും കൂടിയാണ് ട്ടോ ഇത്. അപ്പോൾ റിബൺ ഞാൻ ഇവിടെ 7 സെന്റിമീറ്റർ അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ഒരേ അളവിൽ നമുക്ക് എല്ലാ പീസും കിട്ടും. ഞാനിവിടെ 11 പീസാണ് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീതിയുള്ള റിബൺ ഒക്കെ ആണെങ്കിൽ ഒരു 5-6 പീസൊക്കെ എടുത്താൽ മതിയാവും. കട്ട് ചെയ്ത് വെച്ച റിബൺ പീസിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നൂലിങ്ങനെ വലിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതാ എല്ലാം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ച് നൂല് വലിച്ചെടുത്താൽ മതി. ബാക്കി പിന്നെ എല്ലാ റിബണും കൂട്ടിയിട്ട് ഒരുമിച്ച് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. റിബൺ വെച്ചിട്ട് നമ്മൾ വേറെ അടിപൊളി പൂക്കളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെച്ച എല്ലാ റിബൺ പീസുകളും ഒരു ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് അതിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അടുത്തടുത്തായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ആ നൂല് വലിച്ച ഭാഗം മേൽഭാഗത്തായിട്ടും ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ പീസും ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി എടുക്കുകയാണ്. കാരണം നമുക്ക് നൂല് വലിക്കാൻ ഇങ്ങനെ ആവുമ്പോൾ നല്ല ഈസി ആയിരിക്കും. മറ്റേത് നമ്മൾ ഓരോ പീസും ഇങ്ങനെ നൂല് വലിച്ചെടുക്കാൻ കുറേ സമയം എടുക്കും. വലിച്ചു കൊടുക്കുമ്പോൾ ആ ടാപ്പിൽ ഒട്ടിച്ച് അതുവരെ മാത്രം വലിച്ചു കൊടുത്താൽ മതി. പിന്നെ ആ നൂലുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ചുറ്റുന്നത് കമ്പിയിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈർക്കിളിയോ ബാംബൂ സ്റ്റിക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ കമ്പിയാണെങ്കിൽ ഒന്നുകൂടെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. നമുക്കിങ്ങനെ വളച്ചൊക്കെ കൊടുക്കണമെങ്കിൽ കമ്പി ആയിരിക്കുമല്ലോ ഒന്നുകൂടെ നല്ലത്. ചുറ്റിയെടുക്കുമ്പോൾ കമ്പി കാണാതെ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ക്രീപ്പ് പേപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പറോ അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് തന്നെ ഇങ്ങനെ 2 പീസായി കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ കമ്പിയിൽ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിനെ ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഫ്ലവറാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4ഓ 5ഓ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരുമിച്ച് ഫ്ലവർ വേസിൽ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ. മരുന്നിൻ്റെ കുപ്പി വെച്ചിട്ട് ചെയ്തിട്ടുള്ള ബോട്ടിലാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ 3 ദിവസമാണ്. ഇന്ത്യൻ ടൈം 4 മണിക്കും UAE ടൈം 2:30ക്കുമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സാറ്റർഡേ ആണ്. എല്ലാ ദിവസങ്ങളിലും പറ്റുമ്പോഴൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ.